വയനാട് ദുരിതാശ്വാസ പാക്കേജ് വിഷയത്തിൽ നാളെയാണ് കൂടിക്കാഴ്ച. കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി കെ.വി. തോമസ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തും. നാളെ ഉച്ചയ്ക്ക് 3:30-ക്കാണ് കൂടിക്കാഴ്ച. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, വയനാട് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, അതായിരിക്കും ചർച്ചാ വിഷയം. സമയം കഴിഞ്ഞിരിക്കുന്നു. 4 മാസം കഴിഞ്ഞു വയനാട് ദുരന്തം കഴിഞ്ഞിട്ട്. സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നോംസ് എന്തൊക്കെയാണോ അത് കൃത്യമായി ഫോളോ ചെയ്യുകയും സമയത്ത് തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തതിന് തീരുമാനമെടുക്കേണ്ടത് അതിൻ്റെ 1000 ആണോ 2000 ആണോ 3000 നമുക്ക് അർഹതപ്പെട്ട നമ്മൾ വയനാട് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള പല ഘട്ടങ്ങളിലായി. ഇവിടെ ബാലഗോപാൽ വന്ന നിവേദനം കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി നിവേദനം കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി സഹായിച്ചു. അപ്പോൾ ഇതെല്ലാം നിർമ്മലാ സീതാരാമൻ്റെ മുമ്പിലുണ്ട്. അവർ സ്വാഭാവികമായിട്ടും ഒരു തീരുമാനമെടുത്ത് കേരളത്തിന് അർഹമായ സഹായമാണ്, അനർഹമായ സഹായമല്ല. നമ്മൾ ഇങ്ങനെ പിച്ചച്ചട്ടിയായിട്ടല്ല വരുന്നത്, നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, കെ.വി. തോമസ് പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായി പലരും നിവേദനങ്ങൾ നൽകിയിരുന്നു, കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു ധനമന്ത്രിയെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ വന്ന് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതിലും അധികം സമയം ഇവിടെ ചെലവഴിച്ചതാണ്. കേരളം വലിയ പ്രതീക്ഷയോടെയാണ് നാളത്തെ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് വയനാടിന് പുനർജീവിച്ച് വരണമെങ്കിൽ ഈ സഹായം കൂടിയേ തീരുകയുള്ളൂ. എത്രത്തോളം പ്രധാനമാണ് നാളത്തെ കൂടിക്കാഴ്ച? ഏത് സമയത്താണ് നടക്കുക? സേതുലക്ഷ്മി, നാളെ ഉച്ചയ്ക്ക് 3:30 മണിക്കാണ് കൂടിക്കാഴ്ച. പാർലമെൻറ്റ് ഹൗസിലെ കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കേരളം വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയും ഈ ചർച്ചയും കൂടി പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. കാരണം ഇത് സംബന്ധിച്ച നേരത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നൽകിയ ഒരു മറുപടിയുണ്ട് കെ.വി. തോമസ് മാഷക്ക്. അദ്ദേഹത്തിന്, അതായത് ഇനി കേരളത്തിന് കൂടുതൽ പൈസക്ക് ഉള്ള കാര്യങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ ആ കത്തിൽ വിശദമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ തന്നെ കാണുവാൻ വേണ്ടി കേരളം തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യപടി എന്ന നിലക്കാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ചർച്ച നടത്തൽ. അത് പ്രധാനമായിട്ടും ഇടക്കാലാശ്വാസമായെങ്കിലും 1000 കോടി രൂപയെങ്കിലും അടിയന്തരമായി വയനാട്ടിന് അനുവദിക്കണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. കേരളം കൊടുത്ത കാര്യങ്ങൾ, രേഖകൾ അല്ലെങ്കിൽ പദ്ധതികൾ പൂർണ്ണമായി പരിശോധിച്ചു കൊണ്ടാണ് ഓഗസ്റ്റ് 8-9 കേരളത്തിൽ സന്ദർശനം നടത്തിയ, വയനാട്ടിലും തിരുവനന്തപുരത്തും സന്ദർശനം നടത്തിയ കേന്ദ്ര സർക്കാർ നൽകിയ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇടക്കാലാശ്വാസമായ ദുരിതാശ്വാസ തുക അനുവദിക്കണമെന്നാണ് കെ.വി. തോമസ് ആവശ്യപ്പെടുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയും. ഇതാണ് കേരളം തന്നെ മുഖ്യമന്ത്രിനെ നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ കെ.വി. തോമസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം നിർമ്മല സീതാരാമൻ ഇത് 2ാമത്തെ തവണയാണ് കെ.വി. തോമസുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യത്തെ തവണ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല. അതിന് കാരണമായി ധനകാര്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. ഇതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു. വയനാടിനെ സംബന്ധിച്ചോളം കേരളം സമർപ്പിച്ച പദ്ധതി വിഹിതത്തിൽ വളരെ കുറച്ച് രൂപ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും കേരളം പറയുന്നത് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ്, കേന്ദ്രം പറയുന്നത് അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ചയും തീരുമാനവും നാളത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. സേതുലക്ഷ്മി, തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. വയനാടിന് വീണ്ടും വരണമെങ്കിൽ, വീണ്ടും പഴയതുപോലെ ആകണമെങ്കിൽ കേന്ദ്ര സഹായം കൂടിയേ തീരുകയുള്ളൂ. കേന്ദ്രം സഹായം അനുവദിച്ചേ മതിയാവുകയുള്ളൂ. എത്രയും വേഗം ആ നടപടികളിലേക്കൊക്കെ ഈ ഒരു കൂടിക്കാഴ്ച വഴിയൊരുങ്ങട്ടെ.